എല്ലാവരുടെ ഫോട്ടോ. ഓ, മുഖ്യമന്ത്രിയുടെയും കണ്ണിക്കണ്ട മന്ത്രിമാരുടെ എല്ലാം ഫോട്ടോ ഉണ്ട്. എന്റെ മോളുടെ ഫോട്ടോ മാത്രം പേപ്പറിലില്ല. വരും, എന്റെ മോളുടെ ഫോട്ടോയും ഒരു ദിവസം പേപ്പറിൽ വരും. അതാര്, ദേവകിയല്ലേ? ദേവകി, നീ എങ്ങോട്ട് പോണ്? ഞാൻ മെമ്പറെ കാണാൻ വന്നതാ. അയ്യോ, നീ ഇങ്ങോട്ടൊന്ന് വാ, നിന്നെ ഞാനൊന്ന് കാണട്ടെ. നീ കൊറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട്, വന്ന് കയറിയിട്ട് പോ, വാ. അയ്യോ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. നീ നല്ല ഊതി വീർത്ത് തടി വെച്ചല്ലോടി. അല്ല, നീ ഇപ്പൊ കാണാൻ പോണ മെമ്പറേ എന്റെ മോളാ. അവിടെ ഇലക്ഷന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതാ. ജനങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് പിടിച്ചങ്ങ് ചേർത്തു. അപ്പൊ പിന്നെ ചേരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടാ ജയിച്ചത്. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുക. നീ ഭയങ്കര പ്രവൃത്തിയാ. അല്ല, നീ എന്തിനാ അവളെ കാണാൻ വന്നത്? എനിക്കൊരു മഞ്ഞ കാർഡ് ശരിയാക്കണം. അത്രയുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞ് ശരിയാക്കി തരാം കേട്ടാ. പിന്നെ അവക്ക് ഭയങ്കര തിരക്കാ. തങ്ക തങ്ക, എന്റെ ദൈവമേ, എന്തൊക്കെ കാണണം. എന്തടി എന്ത്? ഇങ്ങോട്ട് നോക്ക്. മെമ്പറായപ്പം ചേച്ചിക്ക് ജാട കൂടി. ഇനി ചേച്ചിനെ ആരെങ്കിലും കാണാൻ വന്ന അതിനും അപ്പുറത്തെ ജാടയായി അമ്മയ്ക്ക്. ആർക്ക് ആർക്ക്? എനിക്കാ? എനിക്ക് ഒരാളുടെ നോട്ടം, ഒരാളുടെ നടത്തം, ഒരാളുടെ ചില പ്രവൃത്തികൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പോലീസുകാരല്ലേ. അപ്പൊ ഏട്ടൻ അങ്ങ് മനസ്സിലായ എനിക്ക് ജാടയാ, എനിക്ക് അസൂയ? എന്റെ പൊന്നേട്ടാ, ഞാൻ അസൂയ ഉണ്ടായിട്ട് പറഞ്ഞല്ല. ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മ വന്ന് ചേച്ചിനെ അന്വേഷിച്ചിട്ട്, അപ്പൊ അമ്മയുടെ ജാട. അല്ലേ എടേ, അല്ല ഞാനും കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തങ്കം മെമ്പറായതിനു ശേഷം നിനക്ക് അത്ര പിടിക്കുന്നില്ല. അവളങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനോ അവളെ. ആണോ? എന്ത് ആണോ? ഓ, അങ്ങനെയൊക്കെ എഴുതാപ്പുറമൊന്നും വായിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഞാനും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ടേ ചേച്ചിയോട് സ്നേഹം കൂടുതലാ. ഇപ്പം മെമ്പർ ആയതിനു ശേഷം ഒന്നും കൂടെ സ്നേഹം കൂടി. അത് മാത്രമല്ല, അമ്മ പുകഴ്ത്തുന്ന പോലെ ഇടക്കിടക്ക് ഏട്ടനും ചേച്ചനും പുകഴ്ത്തുന്നു. അവളൊരു പൊട്ടിക്കളിയാണ്, അവൾക്കൊന്നും അറിഞ്ഞൂടാ. എട്ടും പൊട്ടും തിരിയാത്ത അവൾ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി ചില ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കും. അത്രേ ഉള്ളൂ. മെമ്പർ അല്ലേ, എന്തായാലും കൈവിട്ട് വേണ്ടി ചെയ്യും. ആണോ? അപ്പൊ എട്ടും പൊട്ടും തിരിയാത്ത എനിക്ക് വേണേലും മെമ്പർ ആവോ? അപ്പൊ ഞാൻ മെമ്പർ ആയാലും ഏട്ടൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? നീ എട്ടും പൊട്ടും തിരിയാത്തല്ലോ, നീ വലിയ കാര്യഗൗരവമുള്ള പെണ്ണല്ലേ. ഇനി നീ മെമ്പർ ആയാൽ ഉപദേശം വേണമെങ്കിൽ ഉറപ്പായിട്ടും തരും. ചായ കുടിക്ക്. അമ്മയ്ക്ക് വേണ്ടേ? തങ്കം, ഓ, ദേവകി വന്ന എന്തിനാണെന്ന് അറിയാമോ? ഓ, എന്ത് പറ്റി? എനിക്കൊരു മഞ്ഞ കാർഡ് വേണം മോളെ. അമ്മയ്ക്കപ്പം ഇതുവരെ കാർഡില്ലേ? കാർഡുണ്ട് മോളെ, മോൻ്റെ വെള്ള കാർഡില്ല എൻ്റെ പേര്. അയ്യോ, മോന്റെ പേരിൽ ഉള്ള കാർഡ് നിനക്ക് നിന്റെ പേരും ഉണ്ടെങ്കിൽ പിന്നെ നിന്നിപ്പോ വെട്ടിക്കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കുന്നത്? അതിപ്പോൾ ഞാനും അവനും വേറെ വേറെ താമസിക്കുന്നത്. അവർ സർക്കാർ ജോലിക്കാരാ. 2 നില വീടും ഉണ്ട്. ഞാനൊരു ഷെഡ് കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. ഒരു മഞ്ഞ കാർഡ് കിട്ടിയിരുന്ന അരിയും ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. നീ വിഷമിക്കണ്ടടി, എൻ്റെ മോളെല്ലാം ശരിയാക്കി തരും. ഞാനൊന്ന് വന്ന് നോക്കട്ടെ അമ്മേ, എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ചായ കുടിക്കേ.
ഇലിപ്പണ്ടേ എന്തോ ഇനി വന്നേ. എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കായിരുന്നു. അച്ഛൻ എവിടെയായിരുന്നു? ഞാനല്ലേ പോസ്റ്റ്മാന്റെ വീട്ടിൽ നിന്ന് വണ്ടി പണിയാൻ വിളിച്ചു. ഞാൻ അവിടെ പോയി ശരിയാക്കിട്ട് വന്നേ. ആണോ? കീലൊന്നും പോയില്ല കയ്യിൽ. എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കിടന്ന് വിളിച്ചോണ്ടിരുന്നത്. പറയൂ, എന്ത് കാര്യ? പൈസ എല്ലാം കിടന്നാരെ തന്നിന്. പഠിച്ച പൈസ കിട്ടിയത് നാളെ വൈകിട്ടും കണ്ടേരി. അതൊന്നുമല്ല, എനിക്കൊരു സംശയം. എന്താ വിഷയം? കളിയാക്കോ? എന്താ കാര്യമായിട്ട് ഉള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലേ? പോരട്ടെ പോരട്ടെ. പിന്നെ പൊട്ടക്കറിയാ? അല്ല, ചോദിക്കട്ടെ, എനിക്ക് മെമ്പർ ആവാൻ പറ്റുമോ? പറ്റുമോ? മെമ്പറാ? എന്താ പെട്ടെന്നൊരു പൂതി? ഓ, എന്ത്? തങ്കച്ചേട്ടത്തി മെമ്പർ ആയത് കൊണ്ട് ചെറിയൊരു കുശും പഠിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആരോടും കുശുമ്പുമില്ല, അസൂയയില്ല, ഒന്നുമില്ല. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. മെമ്പർ ആവാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ എന്താ പ്രയാസം? പറ്റുവാ? ഇപ്പൊ മെമ്പർ ആവുന്നതിന് പ്രത്യേകിച്ച് യോഗ്യത ഒന്നുമില്ല. വിദ്യാഭ്യാസം വേണ്ട, അത്യാവശ്യം വാക്ചാതുരി മതി. പിന്നെ നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ പോയിരിക്കുമ്പോൾ സംസാരിക്കുന്ന നുണ പറയാനും നല്ല 4 പേരുടെ മുമ്പിൽ സഭാകമ്പമില്ലാതെ സംസാരിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഏത് ഊളയ്ക്കും മെമ്പർ ആവാം. ഇപ്പൊ അവിടെ ക്രിമിനൽ കേസ് ഉള്ളവരല്ലേ മെമ്പർ. ഈ ഇലക്ഷൻ എത്ര പേര് അങ്ങനെ ആയിട്ടുണ്ട്? ചേച്ചിയെ പോലെ അങ്ങനെ ഞാൻ പറയത്തില്ല, പക്ഷെ കഴിവ് വേണം, അല്ലാതെ പറ്റത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ ഇനി ആവാൻ പറ്റുമോ? ഇനി ആവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയണം. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലേ? പിന്നെ 5 കൊല്ലം കഴിഞ്ഞല്ലേ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരത്തുള്ളൂ. അല്ല പിന്നെ ഇപ്പൊ ജയിച്ചു കയറി ഏതെങ്കിലും സ്ഥാനാർത്ഥി ജോലി കിട്ടി പോവുകയോ മരണപ്പെടുകയോ ചെയ്യുവാണെങ്കിൽ റീ ഇലക്ഷൻ വരും. അന്നേരം നമ്മൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സംഘടന അംഗീകരിച്ച് പഞ്ചായത്ത് അംഗീകരിക്കുകയാണെന്നിട്ട് പറ്റും. ഈ ആഗ്രഹം ഉണ്ടായാലും നേരത്തെ കൈ കൊടുത്തുകൂടാது. അല്ല, പെട്ടെന്ന് തോന്നാനുള്ള കാര്യം ശരി. കിട്ടി, സ്ഥാനം കിട്ടി എനിക്ക്. കൊള്ളാം, എനിക്ക് കിട്ടി. മറ്റപ്പോ ഈ പോലീസ് സ്റ്റേഷന് പോകുമ്പോഴേ കോപ്പി അടിക്കാനൊക്കെ പറ്റും, നോക്കി എഴുതാനൊക്കെ നമ്മുടെ സാധാ പരീക്ഷയുടെ കിട്ടും. ഞാനിത് എങ്ങനെയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിച്ചെന്ന് എഴുതിക്കോട്ടറ. എല്ലാം കുറുക്ക് വഴിയല്ലാതെ എന്റെ കയ്യിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല കുത്തിയിരുന്ന് പഠിക്കണുണ്ട്. കുത്തിയിരുന്ന് പഠിക്കും. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് പഠിക്കുന്നവർക്ക് ആർക്കും കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാതെ പോണ റൊണാൾഡോ അച്ഛനെ പോലുള്ളവരാണ് കോപ്പി അടിക്കുന്നത്. ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. 8ലും 9ലും ഞാൻ കൊച്ചു മകൻ പഠിച്ചെഴുതിയാ ചേട്ടാ, മാമനെ പോലെ. ദേ വരുത് മഹിളാ പ്രമുഖ. ചേച്ചിക്ക് നാണമില്ലേ ചേച്ചി ഇങ്ങനെ കോലം കെട്ടി നടക്കാനായിട്ട്? കോലം കെട്ടി നടക്കണേ? ഞാൻ എന്തിനാ നാണിക്കണേ? ജനങ്ങളെന്നെ ജയിപ്പിച്ച് ഞാൻ അവരെ സേവിക്കുന്ന അത്രേ ഉള്ളു. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ വാർഡ്, നമ്മളറിയുന്ന ആളുകള് അവരുടെ മുന്നിൽ ഈ സാരി കൊടുത്ത് ബാഗ് കൂട്ടി ഇങ്ങനെ നാണമാവത്തില്ല? എവിടെ പോണ്ടേ? ഇന്നൊരു പ്രതിഷേധ ജാഥ ഉണ്ടടാ, സമരം സെക്രട്ടേറിയറ്റിന്റെ അവിടെ. സെക്രട്ടറി അവിടെ സൂക്ഷിച്ചൊക്കെ നിക്കണം, അറിയാലോ. ഞങ്ങളുടെ അങ്ങനെ അക്രമാസക്തമായിട്ടുള്ള സമരമൊന്നുമല്ല. അക്രമാസക്തര് നമ്മളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഒരു പ്രചോദനം കൊടുത്താൽ പോരെ? ഏതെങ്കിലും എടുത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടി കൊണ്ട് കൂപ്പെടും. അങ്ങനെയല്ലേ ഓരോ എല്ലാരും സമാധാനമായിട്ടാണ് പ്രതിഷേധിക്കാൻ പോകുന്നത്. ഒരാളൊരു പണി ഒപ്പിച്ചാൽ പോരെ? കൂട്ടത്തില എതിർ പാർട്ടിക്കാരല്ലേ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിച്ച് നിന്നാ മതി കേട്ടോ. അല്ല മക്കളെ, ഞാനും കൂടെ വരണോ? അയ്യോ പിന്നെ അമ്മയൊന്നും വരണ്ട. അടി വരുമ്പോ തങ്കച്ചേട്ടത്തി എങ്ങോട്ട് ഓടും? അമ്മ അവിടെ കിടന്ന് അടി കൊണ്ട് എഴുന്നേറ്റ്. അമ്മ വരണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിട്ട് വരാം എന്നാ. മക്കളെ സൂക്ഷിച്ചൊക്കെ കഴിക്കണേ. ഓ പോയിട്ടോട്ടെടാ പോണ്. മക്കളെ അമ്മ പോയിട്ട് വരാം. പോട്ടേടി ചേച്ചാ അവിടുന്ന്. നിങ്ങൾ ഈ പരീക്ഷ കാലിൽ പോലീസുകാരായിരിക്കും ഉത്തരക്കടലാസൊക്കെ ഓടിക്കാൻ നിൽക്കുന്നത്? അല്ല, പട്ടാളക്കാരായിരിക്കും. പോടാ. ഇപ്പൊ എന്താ പരീക്ഷ എഴുതാൻ വല്ല ഉദ്ദേശം? എഴുതി DGP ആവാൻ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അന്തരീക്ഷം? കലുഷിതമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ പരിസരമൊക്കെ? സമാധാനം വന്നു. ഓ കുറേ ആളുകളുണ്ടായിരുന്നു.
നിങ്ങളുടെ സമരം മാത്രമല്ല അവിടെ ആലുവിട്ടി ഞങ്ങളുടെ സമരത്തിന്റെ ആൾക്കാരെന്നല്ല പറഞ്ഞ കുറെ വേറെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവരും സമാധാനമായിട്ടാ ഇവിടെ സമരം ചെയ്യണ. പോലീസൊക്കെ സൈഡിന് ഇപ്പൊ ഉണ്ടായി. നീ എന്തി അവളെ വിളിച്ചോണ്ട് വരാൻ? ഞാൻ ചായ കുടിക്കാൻ വരാൻ പറയാനില്ലേ? ഞാൻ അവളെ വിളിച്ചു. അവൾക്ക് തലവേദനയാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ കുടുംബശ്രീയിലെ പ്രശ്നം? ഓ, അപ്പൊ അതാണ് അവളുടെ തലവേദനയ്ക്ക് കാരണം. അത് പറ. നീ അറിഞ്ഞെന്താന്ന്? പറയൂ, പറഞ്ഞല്ലേ അറിയുള്ളൂ. അമ്മേ, എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണല്ലോ അവള് സെക്രട്ടറി ആയത്. ഇപ്പൊ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം കൂടി തീരുമാനിക്കുന്നു അവള് വീണ്ടും സെക്രട്ടറി സ്ഥാനം ഒഴിയണം, എന്നിട്ട് എന്നെ തന്നെ ആക്കണം എന്ന്. അതാ. നിന്റെ അടിയിൽ കൂടി എന്തെങ്കിലും ചില തങ്കത്തിൻ്റെതായ പരിപാടികളുണ്ടോ? കനക അല്ലെ, രാഷ്ട്രീയക്കാർ പൊതുവെ കുതുകാലപ്പെട്ടിന്റെ ആൾക്കാരാണല്ലോ. ഒന്നുമല്ല, അവര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത് തന്നെ, അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാ അവളുമാരെല്ലാം കൂടെ നിന്നെ സോപ്പിടാൻ വന്നതാണ് നീ. സത്യം. അതെനിക്ക് തോന്നി മെമ്പർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാമല്ലോ. പരിപാടിയാണ്. പക്ഷെ അവര് നിർബന്ധിച്ചാലും സെക്രട്ടറി സ്ഥാനത്തോട്ടൊന്നും ഞാനില്ല. അത് അവള് തന്നെ ആയിക്കോട്ടെ. അതിനെ വെറുതെ വിഷമിപ്പിക്കണെന്തിനാ? ഞാനിപ്പോ ഒന്നാമത് മെമ്പറാ, നിന്റെ കൂടി വരാക്കാൻ പറ്റില്ല. പക്ഷേ കുടുംബശ്രീയിൽ തങ്കം പോവില്ല. അവിടെ ഒരു ഇല അനങ്ങിയാലും ഞാൻ അറിയും. അതും മറ്റേ പെൺപുലിയുടെ ശാഖ. നമുക്കൊന്നും സംഘടന ഇല്ല അല്ലേ? ഹലോ, പോലീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞാൻ. പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് ആരും കാണുപോലും ഇല്ല. നിങ്ങൾക്ക് സമരം ചെയ്യേണ്ട ഒന്നും വേണ്ട. സമരം ചെയ്യുന്നവരെ അടിച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾ സമരം ചെയ്യുന്നതല്ലേ അമ്മ? നിങ്ങൾക്കൊരു രസമില്ല. അതിനൊക്കെ ഞങ്ങളെ പോലെ ഉള്ളവർക്ക്. അമ്മ, ഞാനേ അങ്ങ് പോയപ്പം മാമി ആരോടോ കടന്ന് ഫോൺ വിളിച്ചോണ്ടിരുന്നു. എന്നെ കണ്ടപ്പോ മാമി അങ്ങ് ഉറങ്ങി. ആണോ? കുഞ്ഞിനെ വിളിക്കായിരുന്നില്ല അപ്പൊ മാമീനെ? ഞാൻ വിളിച്ചപ്പോ മാമി എണീറ്റില്ല. വിളിക്കാത്തവര് എണീക്കാത്തവരൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പൊ എന്താണ് ഇനി അടുത്ത പരിപാടികള്? മീറ്റിങ്ങോട് മീറ്റിങ്. എങ്ങനെയുണ്ട് RDP? RDP അടിപൊളിയാ. ദാരിദ്ര്യം പിടിച്ച പാർട്ടിയല്ല. AC ഒക്കെ ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. AC ഉണ്ട്. ഞാനിരിക്കണ എവിടെയാ? കറങ്ങണ സ്ഥലല്ല. കറങ്ങുന്ന ഫാനാ കണ്ടിട്ടുണ്ട്. കറങ്ങുന്ന കസേരയുണ്ടോ? കണ്ടിട്ടില്ലേ? നമുക്കൊന്നും അറിഞ്ഞൂടെ? എടാ, കറങ്ങണ കസേരയാ ഞങ്ങളുടെ ഇതിനകത്ത്. എനിക്ക് പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കാലത്തൂലേ കാല് ഞാനൊരു കണക്കിനകത്തോട്ട് ചാടിക്കേറി ഇരിക്കണേ. കാലെത്തൂല. അതിനകത്ത് കേറി നല്ലോണം കേറിയിരുന്ന കാല് തൂങ്ങിക്കിടക്കും. നീ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അവസാനം തങ്കം കസേരന് താഴേക്ക്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. നീ ഒരു വൈറലായി എന്താണ് മെമ്പറായവളാണ്. വൈറലായി ഇറങ്ങേണ്ടി വരരുത്. എന്താ ആലോചിക്കുന്നത്? ഹലോ, എന്താ ആലോചിക്കുന്നത്? സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ടാണോ? അപ്പൊ ഏട്ടനതൊന്നും അറിഞ്ഞില്ലേ? എനിക്ക് സെക്രട്ടറി സ്ഥാനമൊക്കെ ചേച്ചി ഔദാര്യമായിട്ട് തന്നല്ലോ. അതൊക്കെ എല്ലാ അംഗങ്ങളുടെ മുമ്പിൽ ചേച്ചി വിളിച്ച് കൂവുകയും ചെയ്തു. ഭയങ്കര നല്ലതാ. ചേച്ചി നന്നായിട്ട് ഷൈൻ ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ. ഞാൻ ചമ്മിപ്പോയി. ചേച്ചിയാ? ചേച്ചി എങ്ങനെയാ ചമ്മുന്നത്? ചേച്ചി അങ്ങ് ഉയരങ്ങളിലേക്ക് പോവല്ലേ. പക്ഷെ ഞാൻ ചമ്മി. അത് ചമ്മുന്നവർക്കും കാണുന്നവർക്കും മാത്രമേ മനസ്സിലാവത്തുള്ളൂ ചമ്മുന്നത് എങ്ങനെയാന്ന്. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ, ഒരു ദിവസം എൻ്റെ മുമ്പിലേ നിന്നങ്ങ് ചമ്മും. അത് ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും. നീ ഒരു കാര്യം ചെയ്യ്, ലൈറ്റൊന്ന് ഓഫ് ചെയ്തേ, എന്നിട്ട് വേണം എനിക്കൊന്ന് ചമ്മാൻ. ചമ്മണമെന്നുള്ളവർ തന്നെയങ്ങ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ചമ്മും. ഇപ്പൊ ചമ്മ
ഇത് കണ്ടപ്പോഴാ പക്ഷെ കരോളിന് പോകുമ്പോൾ ആ വലിയ ബ്യൂകള് ഒരെണ്ണം മേടിക്കണം. ആർക്ക് വായിക്കാൻ? വായിക്കും ബ്രഹ്മമാരുടെ കൂടെ. ഉത്സവ പറമ്പ കിട്ടുന്ന അപ്പുപ്പമ്മ വായിക്കും കണക്കല്ല ബ്യൂഗിൾ വായിക്കുന്നത്. റാസയ്ക്കും കരോളിനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായത്. ഒത്തിരി ആളുകൊണ്ട് ശ്രുതി പോയി കിടക്കും. ആ അത് രാവിലെ കുറച്ചു നേരം ശ്രുതി പിടിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ക്രിസ്മസ് നമ്മൾ ക്രിസ്മസ് ഡേറ്റ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പാല കൊടങ്ങാവള എല്ലായിടും ഒരു കറക്കം. വണ്ടി എൻ്റെ വക ഫ്രീ. അയ്യോ അല്ല നമ്മുടെ വടക്കവളെ പോൾസയില്ലേ, വടക്കവളെ പോൾസയില് മുടി വളർത്തിയേ അപ്പാപ്പൻ്റെ മോൻ, അവൻ്റെ വൈഫിൻ്റെ കൂടെ UK പോവാ കുടുംബമായിട്ട്. അപ്പൊ ബൊളീറോ അവിടെ കിടപ്പുണ്ട്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ട് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തോണ്ട് പോയി. പൊന്നെ അറിഞ്ഞിട്ട പോലും ഉണ്ടാവത്തില്ല. ഉണ്ടോ? ആ അമ്മ എന്നാലും രത്നമ്മേ എന്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. നീ അല്ലേ പറഞ്ഞ നിന്റെ മോള് റേഷൻ കാർഡ് ശരിയാക്കി തരൂ. ഞാൻ എല്ലാവർക്കും ഒപ്പം അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടി. എനിക്ക് മാത്രം ഇതുവരെ റേഷൻ കാർഡ് കിട്ടിയില്ല. ഇത് ചതിവല്ലേ നീ ചെയ്തത്? അത് ഇത് ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണ്. ചേച്ചിയുടെ വിചാരം മെമ്പർ എന്ന് പറഞ്ഞാൽ രാജാവാണെന്നാണ്. ഈ പറ്റണ കാര്യം ചേച്ചി എടുത്താ പോരെ, ഈ പറ്റാത്ത കാര്യമൊക്കെ ചേച്ചിക്ക് പറഞ്ഞൂടെ എന്നെ കൊണ്ട് പറ്റൂല എന്ന്. എന്ത് സുലി ചേച്ചിയുടെ വീട്ടിൽ ആ അമ്മ വേറെ ഏതെങ്കിലും വഴിക്ക് ശരിയാക്കത്തില്ലായിരുന്നാ? ഇങ്ങോട്ട് വാ. എന്നാ വന്നേ വാ. എന്താണ് ഏട്ടൻ ഇങ്ങോട്ട് വന്നേ. ചമ്മണ മുഖം കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ കാണാട്ടാ പെങ്ങളുടെ മുഖത്തോട്ട് നോക്കിയോ. നിന്നെ കാണാവുന്ന അമ്മ. ആ ദേവകിയമ്മേ, എന്താടി നീ കാണിച്ചത്? അല്ല നിന്നെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെ നീ കേൾക്കാവൂ. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. മെമ്പറും പിടിച്ചോണ്ട് നടക്കുന്നത് കണ്ട. അവരോട് അപേക്ഷിച്ച് എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടിയല്ല, അവർക്ക് മാത്രം കിട്ടിയില്ല. എന്താ പറ്റി? എന്തായിരുന്നു അത് ഒപ്പിച്ചു കൊടുക്കായിരുന്നത്? ഒക്കത്തില്ലെങ്കിൽ കേൾക്കരുത്. മെമ്പറും കൊണ്ട് നടക്കുന്നു. മോള് വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. എന്നിട്ട് എനിക്കും ഒരു സഹായത്തിന് ആരും ഇല്ലാതായില്ലേ മോളെ? എന്തുവാടി ഇത്? അത് നീ ഒന്നും ചെയ്തില്ലേ? അതെ മറന്നുപോയാ? പറ്റില്ല പറഞ്ഞായിരുന്നു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഏറ്റിട്ട് നാട്ടുകാർ. അതല്ല പിന്നെ അമ്മയും മോനും മരുമോളും കൂടി ഒരു വീട്ടിലല്ലേ താമസിക്കണേ? അതെ. ആ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു റേഷൻ കാർഡ്, അതിൽ നിന്ന് അമ്മയുടെ കാർഡ് വെട്ടി അമ്മയുടെ പേര് വെട്ടിയിട്ട് വേറെ കാർഡ് ആക്കണമെങ്കിൽ അമ്മ ഇപ്പൊ താമസിക്കുന്ന ഒരു ചായ്പില്ല ആ വീടിന്റെ പുറകെ. ആ വീടിന് കെട്ടുന്ന നമ്പർ ഒന്നുമില്ല, വീട് നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ആദ്യം ശരിയാക്കണം. അത് ശരിയാക്കി കഴിഞ്ഞാലേ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി അക്ഷയ വഴി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മോളെ അക്ഷയയിലൊക്കെ ഞാൻ അപേക്ഷ കൊടുത്തു. അതിന് ആദ്യം നമുക്ക് ഈ വീട്ടു നമ്പർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വില്ലേജിലും പഞ്ചായത്തിലും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവിടെ അന്വേഷിക്കാൻ ആള് വരും. അപ്പൊ അമ്മ ഒന്ന് ചെയ്താ മതി. അല്ലാതെ ഞാൻ അതിന് ഉപേക്ഷയെന്ന് വിചാരിച്ചിട്ടില്ല. അവള് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഓരോന്നിനും അതിന്റെ സമയം എടുക്കൂലേ? അറിയാതെ ഒന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞാ അവിടുത്തെ കഷ്ടപ്പെടുന്നില്ല എന്റെ പുറകെ. താമസിയാതെ കിട്ടും അമ്മേ, വിഷമിക്കണ്ട കേട്ടോ. ശരി മോളെ, എല്ലാവർക്കും റേഷൻ കാർഡ് കിട്ടിയപ്പോൾ എനിക്കൊരു ആദ്യമായി. അതുകൊണ്ടാണ് ഞാൻ മോളുടെ ഇത്രയും തട്ടിക്കയറിയത്. സോറി മോളെ. അതൊന്നും സാരമില്ല, അറിയാത്തോണ്ടല്ലേ. അവർക്കൊക്കെ റേഷൻ കാർഡ് കിട്ടിയത് ഇതിൽ നേരത്തെ അപേക്ഷിച്ചവരോ അല്ലെങ്കിൽ വീട്ട് നമ്പറൊക്കെ ഉള്ളവരായിരിക്കുവേ. മോളെ ഈ കൊച്ചും പറഞ്ഞ് ചേച്ചി ഒരു കാര്യമായിട്ടാ അത് നടക്കൂല എന്ന്, നടത്തി തരൂല എന്ന്. എവിടെ പോണ്? ഇരിക്കവിടെ അവിടെ ഇരിക്കാൻ. ദേവകി, ഞാൻ ഉള്ള കാര്യം പറയല്ലേ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ വായി വരുന്നത് കോതയ്ക്ക് പാട്ട്, അതാ ഇത്. എന്തും ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും കാര്യങ്ങൾ. എൻ്റെ മോൾ അതല്ല, അന്തസ്സായിട്ട് എല്ലാം പെരുമാറും. ഉള്ളത് പറഞ്ഞത് തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളില്ലേ. അപ്പോൾ അവൾ അതിൻ്റെതായ രീതിയിൽ നിനക്ക് റേഷൻ കാർഡ് ഒപ്പിച്ചേരും. വിഷമിക്കേണ്ട കേട്ടാ. അറിയാൻ വയ്യാത്ത കാര്യം എന്തിനു വെച്ചാ പറയാൻ പോണത്? നീ പറഞ്ഞ ശരിയാ. ഒരാൾ ചമ്മ